എന്താണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞത്? ഇതവിടെ പരീക്ഷ ഹാളാണിതേ. കണ്ടില്ല, മറ്റോ കണ്ടില്ല അവിടെ തിരിയാനും. ഈ പഠിക്കുന്ന സമയത്ത് ഒറ്റൊന്നും പഠിക്കൂല, പിന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിൽക്കും. നമ്മൾ പൊതുവെ പരീക്ഷ ഹാളിൽ ചെന്നാലൊരു പ്രത്യേകത എന്താണ് മക്കളെ? നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. പരീക്ഷ ഹാളിലുള്ള സ്ഥിരം കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ടു കഴിഞ്ഞാലോ ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലേ കുട്ടികൾക്ക് പൊതുവെ. കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. നമ്മളെ ആ ഒരു പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, ഇത് പൊതുവെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര പ്രോബ്ലമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന ടീച്ചേഴ്സ് കൂടി ആ ഒരു എക്സാം ഹാളിൽ വന്നാണ്ടല്ലോ പഠിച്ച കാര്യങ്ങളൊക്കെ താനോട് മറന്നു പോകും. പക്ഷേ ഇനി മുതൽ നമ്മളെ സൈലത്തിൻ്റെ കുട്ടികൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഏത് കൊലക്കൊമ്പൻ അധ്യാപകൻ വന്നു കഴിഞ്ഞാലും ഒരിക്കൽ പോലും ചെയ്യില്ല, ഇതിൻ്റെ ആൻസർ നിങ്ങൾ തെറ്റിക്കൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ് മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പരീക്ഷയിൽ എല്ലാ സമയത്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 7 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്നത്. മക്കളെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ ചാപ്റ്ററിനകത്ത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് 7 ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഉപകരണത്തിൻ്റെ പേരെന്തായിരിക്കും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ഒരു ചിത്രം തരും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. രണ്ടാമത്തെ ഈ ഒരു ഉപകരണം ഇത് പ്രവർത്തിക്കുന്ന ഏത് നിയമപ്രകാരം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന ഭാഗത്തെ ഫോഴ്സ് ബലം എത്രയായിരിക്കും, അങ്ങനെയെങ്കിൽ വൈ എന്ന ഭാഗത്തെ ഫോഴ്സ് ബലം എത്രയായിരിക്കും, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഇനി അതല്ലെങ്കിൽ എക്സ് എന്ന ഭാഗത്തെ പ്രഷർ മർദ്ദം എത്രയാണ്, അങ്ങനെയെങ്കിൽ വൈ എന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷർ മർദ്ദം എത്ര. ഈ അതോടൊപ്പം തന്നെ ലാസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളുടെ പേര് എഴുതാൻ പറയും. ഇതാണ് സാധാരണ മക്കൾസ് എപ്പോഴും ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ്, ഇനി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കൾസ് ഒരാൾ പോലും ഇത് തെറ്റിക്കൂല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. സംസാരിക്കുന്ന JK ആണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾസ്, അപ്പം മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഈ സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ, തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധ പോരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് സാധാരണ ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ്, അതിന് ഞാൻ F എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും, അതും F ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് കൊടുക്കുന്ന ഫോഴ്സിന് ഞാൻ F1 എന്ന് പേര് കൊടുത്തു. അങ്ങനെയെങ്കിൽ രണ്ടാമത് കൊടുക്കുന്ന ഫോഴ്സിന് എന്താ പറയുക, F2. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇവിടെ ഞാനൊരു F ബലം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബലം അനുഭവപ്പെടുന്നു, അത് F2 എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേന് F1ഉം രണ്ടാമത്തേന് എന്ത് ചെയ്തു, F2 എന്ന് പേര് കൊടുത്തു. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ A എന്ന് കൊടുത്തു. ഇവിടെ ഉണ്ടാകുന്ന ഏരിയയും പരപ്പളവ് A തന്നെയാണ്. അതുകൊണ്ട് ഞാനിതിനെ A1 എന്ന് കൊടുത്തു. ഇവിടുത്തെ എന്ത് കൊടുക്കാം, A2 എന്ന് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മക്കളെ. ആരും കണ്ട് പേടിക്കേണ്ട, എല്ലാവരും കണ്ട് ശ്രദ്ധിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണെങ്കിൽ ഇപ്പുറത്തുണ്ടാകുന്ന ഫോഴ്സ് F2 ആണ്. ഇവിടെയുള്ള ഏരിയ പരപ്പളവ്, ഈ സിലിണ്ടറിന്റെ കട്ടിയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. അത് A1 ആണെങ്കിൽ ഇവിടെ സിലിണ്ടറിന്റെ കട്ടി ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ, തിക്നെസ് വളരെ കൂടുതൽ, ഏരിയ കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് ഞാൻ A2 എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P = ഇത് എക്സ് ഭാഗത്തുണ്ടാകുന്ന പ്രഷർ, അതുകൊണ്ട് ഞാൻ PX എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇപ്പുറത്തുണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും, PY ആയിരിക്കും. അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് ഓർത്തേക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ P = F/A, ഇവിടെയും എന്തായിരിക്കും, P = F/A. അങ്ങനെയെങ്കിൽ ഇവിടെ F1 A1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് എന്ത് കൊടുക്കാം, F2 A2. അതായത് F1/A1 = F2/A2. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ് എന്ന ഭാഗത്തെ പ്രഷർ മർദ്ദവും ഇനി Y എന്ന ഭാഗത്തെ മർദ്ദം എപ്പോഴും എന്തായിരിക്കും,
തുല്യമായിരിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ് മക്കളെ. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഈ ഉപകരണത്തിന്റെ പേരെന്ത് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും അറിയാം, എന്താണ്? ഹൈഡ്രോളിക് ജാക്കാണ് അല്ലേ. ഇനി ഇത് പ്രവർത്തിക്കുന്ന ഏത് നിയമപ്രകാരം എന്ന് വെച്ചാൽ അതും നിങ്ങൾക്കറിയാം. നിങ്ങൾ പാസ്കൽ നിയമം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, പാസ്കൽ ലോ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രഷറും എക്സ് എന്നുള്ള ഭാഗത്ത് ചെറിയ കുഞ്ഞു സിലിണ്ടറിൽ അനുഭവപ്പെടുന്ന പ്രഷറും വലിയ സിലിണ്ടറിൽ അനുഭവപ്പെടുന്ന പ്രഷർ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തത് എന്ത് ചെയ്തു? പി എക്സ് എന്ന് കൊടുത്തു, ഇപ്പുറത്ത് എന്ത് കൊടുത്തു? പി വൈ എന്നൊക്കെ കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഇസിക്വൽ ടു F1/A1 എന്ന് കൊടുത്തു. ഇവിടെ ഉള്ളതിനെ നമുക്ക് എന്താ പറയാം? പി ഇസിക്വൽ ടു F2/A2 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ ഞാൻ അവിടെ കാണിച്ച് പി ഇസ് ഈക്വൽ ടു F/A. അങ്ങനെയെങ്കിൽ F1/A1 ഈക്വൽ ടു F2/A2. അത് ഇതെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ഇതിൽ F1 കണ്ടെത്താനാവും. F1 കണ്ടെത്താൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഈ F1 മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ള A1 എന്ത് ചെയ്യാം? മുകളിലേക്ക് കൊണ്ടുപോകാം. ഒന്നുമില്ല. അപ്പം എങ്ങനെ? F1 ഈസ് ഈക്വൽ ടു A1/A2. ബാക്കി എന്തുണ്ട്? F2. ഇങ്ങനെ എഴുതി വെച്ചാൽ. ഇനി അതല്ലെങ്കിൽ F2 ആണ് കാണാൻ പറയുന്നതെങ്കിൽ A2/A1 ഇൻറ്റു F1 വരും. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. F1 ആണ് കാണുന്നതെങ്കിൽ A1 ആണ് മുകളിൽ, ഓർത്തേക്കാം. അപ്പോൾ F1 A1/A2 ഇൻറ്റു F2. ഇനി F2 ആണ് കാണാൻ വരുന്നെങ്കിൽ A2 ആണ് മുകളിൽ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ A2/A1 ഇൻറ്റു F1. ഇതാണ് നമ്മളെ സമവാക്യം. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ മക്കളെ. ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്തായിരിക്കണം? ഹൈഡ്രോളിക് ജാക്ക്. ഇത് ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്? പാസ്കൽ ലോ, പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഓർത്ത് വയ്ക്കുക, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെയുള്ള ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് എത്ര, അല്ലെങ്കിൽ എക്സ് ഭാഗത്തുള്ള പ്രഷർ എത്ര, വൈ ഭാഗത്തുള്ള പ്രഷർ എത്ര, ഇതൊക്കെ കണ്ടെത്താനാണ് സാധനം. അതിന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. ഇതിൽ നിന്നാണ് നമ്മൾ താഴെയുള്ള 2 ഇക്വേഷൻ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാണ് മക്കൾ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇതേ ചിത്രം തന്നെ ഞാൻ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നോക്കുക, F1 എത്രയും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? F1 കണ്ടെത്താൻ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി നോക്കുക, ഇവിടെ A1 ഇവിടെയുള്ള ഏരിയയാണ് നമുക്ക് 0.1 മീറ്റർ സ്ക്വയർ തന്നത്. അപ്പോൾ ഇവിടെയുള്ള ഏരിയയാണ് നമുക്ക് എന്തത്? 0.1 മീറ്റർ സ്ക്വയർ. ഇനി ഇവിടെയുള്ള ഏരിയ എന്താണ്? 1 മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള നമ്മുടെ ഇവിടെയുള്ള F2 അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 20,000 ന്യൂട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ F1 എത്രയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ നമുക്ക് A1 എന്ന് പറയാം, ഇതിനെ നമുക്ക് എന്ത് പറയാം? A2 എന്ന് പറയാം. ഇനി ഇത് F2 ആണ്. അപ്പോൾ ഇവിടെയുള്ള F1 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈസിയാണ് നമുക്ക് കണ്ടെത്താൻ. എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. A1 ഈസ് ഈക്വൽ ടു 0.01 മീറ്റർ സ്ക്വയർ, കറക്റ്റ് ആണല്ലോ. ഇനി അടുത്ത എന്താണ്? A2 ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ, അതും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് തന്നിട്ടുള്ളത്? F2 നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 20,000 അല്ലേ? 20,000 നമുക്ക് തന്നിട്ട്, അത്രയും ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ F1 ആണ് കാണേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അപ്പോൾ F1 കാണാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു. F1 ആണ് കാണണമെങ്കിൽ മുകളിൽ ഏത് വരണം? A1 അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതാണ്. F1 ഈസ് ഈക്വൽ ടു A1/A2 ഇൻറ്റു F2. ഇത്രയുള്ള എഴുതാണ്. നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ആ ഒരു മടി കാണിക്കേണ്ട. എന്താണ്? F1 ഈക്വൽ ടു F1 ആണ് വരുന്നെങ്കിൽ മുകൾ ഭാഗത്ത് ഏതാവും വരിക? A1 അല്ലേ? അപ്പോൾ F1 ഈക്വൽ ടു A1/A2 ഇൻറ്റു F2. ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ? ഇനി ഇതിൽ നേരെ സംഖ്യകൾ കൊടുത്താൽ പോരെ? A1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01. അപ്പോൾ ഞാൻ 0.01 എന്ന് കൊടുത്തു. ബൈ A2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ബ്രാക്കറ്റ് ഇട്ടു ഇൻറ്റു F2 എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചു. വളരെ ഈസി അല്ലേ? ഇനി 0.01 നമ്മൾ ഈ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ കിട്ടുക. 0.01 തന്നെയാണ് വരിക. ഇൻറ്റു 20,000 എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 20,000 1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20,000 തന്നെ കിട്ടും അല്ലേ? 20,000 തന്നെ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത്, 1 കൊണ്ടാണോ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്? അല്ല, 0.01. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തുക. അപ്പോൾ ഞാൻ 2 സ്ഥാനം മാറ്റി കുത്തിടുന്നു. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 200 ന്യൂട്ടൺ. നമ്മൾ ആൻസർ എത്ര കിട്ടി? 200 ന്യൂട്ടൺ. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത്
പ്രത്യേക സ്ഥിതിക്ക് ഇവിടെ നമുക്ക് എന്താണ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് ആയിട്ട് 2 സ്ഥാനം വരുന്നുണ്ട്. അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിട്ട് അതുകൊണ്ട് 200 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? F1 എന്നുള്ള ഭാഗത്ത് നമുക്ക് എത്ര കിട്ടി? 200 ന്യൂട്ടൺ എന്ന് കിട്ടി. കണ്ടല്ലേ, F1 എന്നുള്ള ഭാഗത്ത് എത്ര കിട്ടി? 200 ന്യൂട്ടൺ. ഇനി അടുത്ത നമുക്ക് വരുന്നത് എക്സ് എന്നുള്ള ഭാഗത്തെ പ്രഷർ കണ്ടെത്താൻ പറയും. ഈ എക്സ് എന്നുള്ള ഭാഗത്തെ പ്രഷർ കണ്ടെത്താം, ഇവിടെയുള്ള പ്രഷർ കണ്ടെത്താൻ പറയും. അപ്പോൾ ഈ എക്സ് എന്നുള്ള ഭാഗത്തെ പ്രഷർ ഇത് നമുക്ക് ഓൾറെഡി കിട്ടി. എഫ് എത്ര കിട്ടി? നമുക്ക് 200 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. അതാണ് നമ്മൾ ഇക്വേഷൻ. പ്രഷർ കണ്ടെത്താൻ, മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 200 എന്ന് കിട്ടി, ബൈ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 എന്നാണ്. ഇനി 0.01 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? 1 ആക്കി മാറ്റണം. അപ്പം എന്ത് ചെയ്തു? 200 ബൈ 0.01 1 ആക്കാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പം മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെയെങ്കിൽ മുകൾ ഭാഗത്ത് എത്ര കിട്ടി? 20,000 എന്ന് കിട്ടി. 4 0 വരും, ബൈ താഴെ 1, അതായത് എത്ര കിട്ടി? 20,000 പാസ്കൽ. അപ്പം ഇവിടെയുള്ള പ്രഷർ എത്രയാണ് കിട്ടിയത് മക്കളെ? അവിടെയുള്ള പ്രഷറും 20,000 പാസ്കൽ എന്ന് കിട്ടി. ഇപ്പുറത്തുള്ള പ്രഷർ അപ്പം എത്ര ആയിരിക്കണം? 20,000 പാസ്കൽ. എന്താ കാരണം? 2 ഭാഗത്തും അനുഭവപ്പെടുന്ന പ്രഷർ, മർദ്ദം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി വൈ ഭാഗത്തെ പ്രഷറാണ് കാണുന്നത് വിചാരിക്കുക. വൈ ഭാഗത്തെ പ്രഷർ കാണാൻ ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 20,000 ആണ്. അത് എങ്ങനെ എഴുതി? ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പോൾ കണ്ടില്ലേ, 20,000 തന്നെ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ, അത്രയും പാസ്കൽ. അപ്പോൾ ഈ എക്സ് എന്നുള്ള ഭാഗത്തെ പ്രഷറും വൈ എന്നുള്ള ഭാഗത്തെ പ്രഷർ എപ്പോഴും എന്താണ്? തുല്യമാണെന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാൻ മക്കളെ? എല്ലാവരും എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞത് ഈ ചിത്രത്തിൻ്റെ പേരെന്തായിരിക്കണം? അത് ഹൈഡ്രോളിക് ജാക്കാണ്. ഇത് ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്? അത് പാസ്കൽ ലോ, പാസ്കൽ നിയമമാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ F1 കാണാൻ ഇക്വേഷൻ ആണ്. F1 ആണ് കാണുന്നതെങ്കിൽ A1 എവിടെ ആയിരിക്കും? മുകളിൽ. A1/A2 ഇൻറ്റു F2. അതും നമ്മൾ കണ്ടു അല്ലേ? ഇതവിടെ കണ്ടില്ലേ? ഇനി ഇതവിടെ കണ്ടു, F1 കണ്ടു. ഇനി നമ്മളോട് പറയാണ് F2 ആണ് കാണാൻ പറയുന്നത് വിചാരിക്കുക. F2 ആണ് കാണാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലത്തെ ഒന്നുകൂടി എടുക്കുക, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ F2 ആണ് നിങ്ങളോട് കാണാൻ പറയുന്നത് വിചാരിക്കുക. ഈ F2 കാണാൻ നമ്മൾ ഇക്വേഷൻ എന്താണ്? F2 ഈസ് ഈക്വൽ ടു മുകൾ ഭാഗത്ത് അപ്പോൾ ഏത് വരും? A2 വരും. അപ്പോൾ A2/A1 ഇൻറ്റു എന്ത് വരും? F1 വരും. A2 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. ബൈ A1 എന്ന് പറഞ്ഞാൽ 0.01 ഇൻറ്റു F1 എത്ര നമുക്ക് കിട്ടി? 200. F1 നമുക്ക് ഓൾറെഡി ചെയ്തു, 200 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഈ 0.01നെ 1 ആക്കാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. താഴെ ഭാഗത്ത് എന്ത് 0.01 ഇൻറ്റു 100 എന്ന് വരും. അതായത് മുകൾ ഭാഗത്ത് 100 എന്ന് വരും, ബൈ താഴെ 1 എന്ന് വരും, ഇൻറ്റു എന്ത് വരും? 200 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? നേരത്തെ അതേപോലെ തന്നെ 20,000 ന്യൂട്ടൺ. അത് ഓൾറെഡി ഇവിടെ തന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ മക്കളെ നമുക്ക് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിനെ ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യനാണ് സാധാരണ വരിക. ഇനി അതോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാസ്കൽ ലോയിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളുടെ പേര് എഴുതാൻ വരും. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ് വരും, ഹൈഡ്രോളിക് പമ്പ് വരും, ഹൈഡ്രോളിക് ജാക്ക് വരും, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടികൾ സർ ഇതിൻ്റെ ഒരു കണ്ടന്റ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പൊന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതോടൊപ്പം നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ഇനി ഈ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും എന്ത് ചെയ്യുക? വണക്കം, ബായ്, സെറ്റ്.